സൂറത്തിൽ 100 എടുത്ത് നോക്കിയാൽ അറിയാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വരെ അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. എന്തിനാണ് ഇങ്ങനെ വെറുതെ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ? സംഗതി കേൾക്കാനൊക്കെ രസമുണ്ടല്ലേ? എന്നാലും ആയിഷ ബീവിയൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാ തുലനം ചെയ്യാ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? എല്ലാ തെറ്റും ചെയ്തിട്ട് ഒരാൾ പറയാണ്, ഓ എന്താന്നറിയില്ല, എന്നെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. സാരല്ല, റസൂലുള്ളാഹിനെ എത്ര പേര് കുറ്റം പറഞ്ഞതല്ലേ എന്ന് പറയുന്നത് പോലെ അല്ലേ ഇത്? എന്തായിരിക്കും സഹോദരിയെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയാനുള്ള കാരണം? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആയിഷ ബീവിയാൽ മുഞ്ചിൽ ചമൈന്താനെ. എന്തായിരുന്നു ആയിഷ ബീവിയുടെ മൊഞ്ച്? അവിടുന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു. മുത്തുനബിയുടെ സ്വഹാബിയത്തിൽപ്പെട്ടവരായിരുന്നു. സ്വാലിഹത്തായിരുന്നു. സ്വർഗീയ വനിതകളുടെ രാജകുമാരിയാണ് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുന്ന് ഒരു സാധാരണക്കാരിയായിരുന്നില്ല കേട്ടോ. 2000-ൽ പരം ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നത് ആയിഷ ബീവിയാണ്. വലിയ വലിയ സ്വഹാബത്ത് പോലും അവർക്കറിയാത്ത വിഷയങ്ങൾ ചോദിച്ചു പഠിച്ചിരുന്ന വലിയ പണ്ഡിതയായിരുന്നു സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അത്ര സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന മഹദിയായിരുന്നു സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അവിടത്തേക്ക് ആരോപണം നേരിടേണ്ടി വന്നത് അള്ളാഹു കൊടുത്തൊരു പരീക്ഷണമാണ്. അത് ആയിഷ ബീവി തെറ്റിയിട്ടല്ല. ഇവിടെ അങ്ങനെയാണോ സഹോദരി? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ മഹദിയായ ആയിഷ ബീവിയുടെ പേരും പറഞ്ഞിട്ട് ഈ അടിഞ്ഞാട്ടമൊക്കെ കാണിച്ച് ഒരു വല്ലാത്തൊരു പ്രയാസം തോന്നുന്നില്ലേ? കാണുന്ന നമുക്ക് തന്നെ വല്ലാത്ത അരോചകമായി തോന്നുന്നുണ്ട്. ഈ സ്ത്രീക്ക് ലജ്ജയാണ് അവരുടെ ഏറ്റവും മനോഹരമായൊരു ആഭരണം. റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ആ ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ ആ ഒരു സ്ത്രീയുടെ ഭംഗി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ ആയിഷ ബീവിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കുറ്റം പറയാതിരിക്കാൻ എങ്ങനെയാ കഴിയുക? അതാണ് ജനങ്ങൾ അങ്ങയെ കുറ്റപ്പെടുത്തുന്നതിന്റെ കാരണം. അല്ലാതെ നിങ്ങളോട് നാട്ടുകാർക്ക് എന്ത് വെറുപ്പുണ്ടായിട്ടാ? നിങ്ങളോടല്ല. നിങ്ങൾ ആയിഷ ബീവിയുടെ പേരും പറഞ്ഞ് കാണിക്കുന്ന ഈ പേക്കൂത്ത് കാണുമ്പോൾ ആരായാലും വിമർശിച്ചു പോകൂലേ? മാറണം ഉമ്മ, ഞാൻ ഉമ്മാന്ന് തന്നെ വിളിക്കാം സ്നേഹത്തോടെ തന്നെ. നിങ്ങൾ മാറണം. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ആയിഷ ബീവിയുടെ പേരും പറഞ്ഞ് അന്യ ആണിനെയും പെണ്ണിനെയൊക്കെ ഒരുമിച്ച് തുള്ളിച്ചിട്ട് നിങ്ങൾ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടിയിട്ട് ആ ആയിഷ ഉമ്മയുടെ പൊരുത്തം കിട്ടുമോ? ഇപ്പോഴൊക്കെ കൈയടിക്കാൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നെ കാണുമ്പോൾ ആളുകളെ കൈയടിക്കാണ് ഫോട്ടോ എടുക്കാണെന്നൊക്കെ. എത്ര നാളുണ്ടാവും അത്? قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഖബറിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ അട്ടഹസിക്കുന്ന ഒരു രംഗമുണ്ട്. ആരാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്? എന്റെ നാശമേ എന്ന് വിളിച്ചിങ്ങനെ ആർത്തട്ടഹസിക്കുന്ന നിമിഷം സെൽഫി ക്യാമറ ഉണ്ടാവൂല. നമ്മുടെ ചാട്ടവും നമ്മുടെ അലറി വിളികളും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഉണ്ടാവൂല. നമ്മൾ മാത്രം ഒറ്റപ്പെടുന്നൊരു ഘട്ടം. ആയിഷുമ്മയുടെ പൊരുത്തമില്ലാണ്ട് അവരിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ പൊരുത്തക്കേടുകളുമായിട്ട് ഏത് സ്വർഗത്തിലേക്കാ നമ്മൾ പോവാ? ഏത് സ്വർഗത്തിലേക്കാ പോവാ? ഞാൻ എന്നോട് തന്നെ ആദ്യം പറയാം, നമുക്കൊക്കെ മരിക്കട്ടെ. പിന്നെ ഇത്തരം പ്രോഗ്രാമിന്റെ താഴെ പോയി ചീത്ത വിളിക്കുന്ന എന്റെ കൂട്ടുകാരോട് പറയട്ടെ, ചീത്തവിളി, തെറിവിളി അത് നമ്മുടെ മാർഗമല്ല. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു അവരെയും നമ്മയും നന്നാക്കട്ടെ.